തിയേറ്ററുകളിൽ നിന്ന് സിനിമ OTT പ്ലാറ്റ്ഫോമിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ സിൽവർ സ്ക്രീനും ഇന്ന് മറ്റൊരു പാതയിലേക്ക് വേറിട്ട ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും സിൽവർ സ്ക്രീനിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഭൗതികമായി ഉയർന്ന തലത്തിലും സാമൂഹികവും സങ്കുചിതവുമായി ഒരു മണ്ഡലത്തിലും ജീവിക്കുന്ന മലയാളികളുടെ അഭിരുചികൾക്ക് പാകത്തിന് കലയും കച്ചവടവും കാച്ചിക്കുറുക്കിയ സിനിമകൾ അവരുടെ വിശ്രമവേളകളിൽ ആനന്ദവും ആഹ്ലാദവും പകർന്നു നൽകിയിരുന്നു. ഇന്ത്യയിൽ 70-കൾക്ക് ശേഷം 2 പതിറ്റാണ്ട് കാലത്തോളം നവസിനിമയുടെ സ്വാധീനം പ്രകടമായിരുന്നു. മൃണാൽ സെന്നിന്റെ ഭുവൻ ഷോം, മണി കൗളിന്റെ ഉസ്കി റോട്ടി തുടങ്ങിയ സിനിമകളാണ് ആദ്യകാല നവസിനിമകൾ. കുമാർ സാഹിനി, സായിദ് മിസ, ശ്യാം ബെനഗൽ, കേതൻ മേത്ത തുടങ്ങിയ പ്രമുഖരായ ചലച്ചിത്രകാരന്മാരെല്ലാം തന്നെ ഇന്ത്യയിൽ നവതരംഗത്തിന്റെ വക്താക്കളായിരുന്നു. നവസിനിമയുടെ സ്വാധീനം ദക്ഷിണേന്ത്യയിൽ പ്രകടമായത് കന്നഡ ചലച്ചിത്രങ്ങളിലൂടെയാണ്. BV കാരന്ത്, ഗിരീഷ് കർണാട്, ഗിരീഷ് കാസർവള്ളി തുടങ്ങിയവർ കന്നഡ സമാന്തര സിനിമയെ സമ്പന്നരാക്കിയവരിൽ പ്രമുഖരാണ്. ഫ്രഞ്ച് നവസിനിമയുടെ ആശയവും ആവിഷ്കാരവും ഉൾക്കൊണ്ട് നിരവധി ചിത്രങ്ങൾ മലയാളത്തിലും പുറത്തിറങ്ങിയിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരം, അരവിന്ദന്റെ ഉത്തരായനം എന്നീ ചിത്രങ്ങളാണ് മലയാളത്തിൽ നവതരംഗത്തിന് തുടക്കമിട്ടത്. അടൂരിന്റെ എലിപ്പത്തായം, അനന്തരം KP കുമാറിന്റെ അതിഥി, അരവിന്ദന്റെ പോക്കുവെയിൽ, MD വാസുദേവൻ നായരുടെ നിർമ്മാല്യം, PA ബക്കറുടെ കബനി നദി ചുമന്നപ്പോൾ, സംഘഗാനം, ജോൺ എബ്രഹാമിന്റെ ചെറിയാച്ചന്റെ ക്രൂരകൃത്യങ്ങൾ, അമ്മ അറിയാൻ, KG ജോർജിന്റെ സ്വപ്നാടനം, ആദാമിന്റെ വാരിയല, പത്മരാജന്റെ പെരുവഴിയമ്പലം, പവിത്രന്റെ ഉപ്പ് തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ നവസിനിമയുടെ ശൈലിയിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ സിനിമകളിലെ പോലെ തന്നെ ഒരു ട്വിസ്റ്റ്, സാധാരണക്കാരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ട്വിസ്റ്റ്, COVID-19. ആധുനിക വൈദ്യശാസ്ത്രവും അമേരിക്ക പോലുള്ള സൂപ്പർ പവർ നേഷൻസ് പോലും ഈ മഹാമാരിക്ക് മുന്നിൽ പകച്ചു നിൽക്കുമ്പോൾ അരങ്ങിൽ ഈ മഹാമാരി താണ്ഡവ നൃത്തമാടുകയാണ്. നിലവിലെ സാഹചര്യങ്ങൾക്ക് വിഭിന്നമായ ഒരു മാറ്റമോ കണ്ടുപിടുത്തമോ സമൂഹത്തിൽ ഉണ്ടായാൽ സാമൂഹിക ജീവിയായ മനുഷ്യൻ അതിനെ അംഗീകരിക്കാനും അതോടൊപ്പം തന്നെ അതിനെ ഉൾക്കൊള്ളാനും അല്പം സമയമെടുക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. COVID-19 എന്ന പ്രതിസന്ധി പെട്ടെന്ന് ഉടലെടുത്തപ്പോൾ മറ്റെല്ലാ മേഖലകളെയും പോലെ തന്നെ സിനിമാ വ്യവസായത്തെയും ഇത് ബാധിച്ചു. OTT എന്ന ബദൽ മാർഗം മുന്നോട്ട് വെച്ചപ്പോൾ ഇന്ത്യയിലെ വിവിധ തിയേറ്റർ അസോസിയേഷനും അതോടൊപ്പം തന്നെ നിർമ്മാതാക്കളുടെ സംഘടനകളും ഇതിനെതിരെ എതിർപ്പുമായി മുന്നോട്ടെത്തി. എന്താണ് ഈ ഓവർ ദി ടോപ്പ് മീഡിയ സർവീസസ് അഥവാ OTT പ്ലാറ്റ്ഫോമുകൾ? ഇന്ന് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എത്ര OTT പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്? അതോടൊപ്പം തന്നെ യൂസേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇവയിൽ പ്രിഫറൻസ് കൂടുതൽ ആർക്കാണ്, എന്തിനാണ്? ഇതെല്ലാം അറിയാം ആദ്യം. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന വേർഡാണ് OTT. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ദ ടോപ്പ്, സെറ്റ് ബോക്സ്, കേബിൾ ടെലിവിഷൻ, ബ്രോഡ്ബാൻഡ്, അതിനുശേഷം ഓൺലൈനായിട്ട് കോണ്ടന്റ് സ്ട്രീം ചെയ്ത് കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് OTT. ഇന്നത്തെ ഡിജിറ്റൽ എറയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കാണാൻ ആശ്രയിക്കുന്ന പ്ലാറ്റ്ഫോംസ് OTT പ്ലാറ്റ്ഫോംസാണ്. മേജറായിട്ട് പറയുകയാണെങ്കിൽ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ്, ജിയോ തുടങ്ങിയ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇന്ന് നിലവിലുണ്ട്. നമ്മുടെ ഒരു ഫിലിം മേക്കിംഗ് എങ്ങനെയാണോ മാറിയത്, അതായത് ഈ ഡിജിറ്റലി ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലോട്ട് ഉള്ളൊരു എവല്യൂഷൻ പോലെ തന്നെയാണ് നമ്മളുടെ തിയേറ്റർ, TV എന്നതിൽ നിന്നിട്ട് OTT പ്ലാറ്റ്ഫോമിലോട്ടുള്ളൊരു ചേഞ്ച്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഇങ്ങനത്തെ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ ഫ്യൂച്ചർ ഓഫ് സിനിമ എന്ന് പറഞ്ഞ് തന്നെ കാണുന്ന, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓഫ് നമ്മൾ കോണ്ടന്റ് കാണാൻ ആശ്രയിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ OTT ഭയങ്കര എന്താ പറയുക വിപുലമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ആ ഒരു പ്രീതി പിടിച്ചു പറ്റുന്നുണ്ട്. അത് രണ്ടുപേരും നമ്മൾ കോണ്ടന്റ് കാണാൻ താല്പര്യപ്പെടുന്ന ഓഡിയൻസിനെയും അതിനോടൊപ്പം തന്നെ നല്ല കോണ്ടന്റ് ഉണ്ടാക്കുന്ന മൂവി മേക്കേഴ്സിനും വൈഡർ ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന് OTT നിലവിൽ വേൾഡിൽ കൊണ്ടുവന്നിരിക്കുന്നത്. OTT പ്ലാറ്റ്ഫോമിലെ റിലീസുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രശ്നങ്ങളുണ്ടായത് തമിഴകത്താണ്. രജനീകാന്തിൻ്റെ അണ്ണാത്തെ, വിജയിയുടെ മാസ്റ്റർ പോലുള്ള ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ റിലീസിന് കാത്തിരിക്കുമ്പോഴായിരുന്നു ഈ പ്രതിസന്ധി ഉടലെടുത്തത്.
തമിഴിൽ ജ്യോതിക നായികയായി എത്തിയ പൊന്മകൾ വന്താൽ എന്ന ചിത്രമായിരുന്നു ഈ പ്രതിസന്ധി ആദ്യം നേരിട്ടത്. ചിത്രത്തിന്റെ നിർമ്മാതാവായ സൂര്യയുടെ 2D എന്റർടൈൻമെന്റ് ഒരുക്കുന്ന ചിത്രങ്ങളൊന്നും ഇനി തിയേറ്ററുകൾ കാണില്ല എന്നായിരുന്നു തിയേറ്റർ ഉടമകൾ അന്ന് ഭീഷണി മുഴക്കിയത്. പക്ഷേ ഈ ഭീഷണിയൊന്നും വകവയ്ക്കാതെ കൃത്യം മെയ് 22-ന് ചിത്രം റിലീസ് ചെയ്തു, അതും ആമസോൺ പ്രൈമിൽ. മലയാളത്തിൽ വരുമ്പോഴും സ്ഥിതി ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. கொலை நடந்த இடத்துல நீங்க இல்லை, நீங்க கண்ணால எதுவும் பார்க்கல. இது கேம் இல்ல, ஜஸ்டிஸ். വിജയ് ബാബു നിർമ്മിച്ച ചിത്രം സൂഫിയും സുജാതയുമാണ് മലയാളത്തിൽ ആദ്യമായി OTT റിലീസിന് ഒരുങ്ങിയത്. ആ ഘട്ടത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയും തിയേറ്റർ അസോസിയേഷനും എതിർപ്പുമായി മുന്നോട്ട് വന്നു. പക്ഷേ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ജൂലൈ 3-ന് ചിത്രം ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തു. സിനിമ നിർമ്മാതാവിനെ സംബന്ധിച്ച് ഒരു വലിയ ആർട്ടിസ്റ്റോ വലിയൊരു ബാനറോ ഉണ്ടെങ്കിലാണ് ഈ വലിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മുടെ പടങ്ങളൊക്കെ എടുക്കുള്ളൂ. സൂഫിയും സുജാതയും ഫ്രൈഡേ ഫിലിം ഹൗസ് എന്നുള്ള ഒരു വലിയ ബാനർ ആയതുകൊണ്ടും ജയസൂര്യ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ഉള്ളതുകൊണ്ടാണ് പർച്ചേസ് ചെയ്തത്. അതുപോലെ മലയാളത്തിൽ അത് മാത്രമാണ് അവർ ഡയറക്റ്റ് അതായത് ആമസോണിൽ കൂടെ എക്സ്ക്ലൂസീവായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. പിന്നുള്ളത് തമിഴില് പൊന്മകൾ വന്താൽ, പിന്നെ അതുപോലെ തന്നെ പെങ്കിൻ, നമ്മുടെ കൃത്യ സുരേഷിന്റെ പടം, അത് രണ്ടുമാണ് പിന്നെ റിലീസ് ചെയ്തിരുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി ഇതിൽ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ ഇറക്കുമ്പോൾ ഉള്ള ഒരു എക്സ്പെൻസ്, അതായത് OTT പ്ലാറ്റ്ഫോമിൽ ചെയ്യുമ്പോൾ മെയിൻ ഗുണങ്ങൾ നമുക്ക് സെൻസർ ചെയ്യണ്ട, അതുപോലെ തന്നെ പോസ്റ്റർ ഒട്ടിക്കുന്ന ക്യൂബ്, UFO, സ്ക്രാബിള്, PST, സോണി ആ വക ഡിജിറ്റൽ, അതായത് തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ഡിജിറ്റലായിട്ടുള്ള കണ്ടന്റ് എത്തിക്കുന്ന, DCP എത്തിക്കുന്ന ആ ഒരു അതിലേക്ക് നമുക്കൊരു 100-150 തിയേറ്റർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസറിന് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് നല്ലൊരു എമൗണ്ട് അതിന് നമുക്ക് മാറ്റിവെക്കേണ്ടി വരും. പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എമൗണ്ട് അതിന്റെ ആവശ്യമില്ല. അത് ഏകദേശം നമുക്കൊരു മാർക്കറ്റിങ്ങും ഇതൊക്കെ കൂടി ഏകദേശം ഒരു 30-35 ലാക്സ് മിനിമം ഒരു മീഡിയം ലെവൽ പടമായാലും നമുക്ക് തിയേറ്ററിലേക്ക് ഇറക്കണം, മാർക്കറ്റിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് വേണ്ടി വരും. OTT പ്ലാറ്റ്ഫോംസ് ആകുമ്പോൾ നമുക്ക് ഇതിന് ഒന്നിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് ആമസോൺ ആണെങ്കിൽ അവരായിട്ട് അഗ്രിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഏകദേശം നമ്മുടെ പടത്തിന്റെ ഡീറ്റെയിൽസ് സിനോപ്സിസ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അഗ്രിമെന്റ് ചെയ്ത് ഒരു 20% പടം അപ്ലോഡ് ചെയ്തിട്ട് 80 ഡേയ്സിനുള്ളിൽ ആണ് ഒരു സാധാ പേയ്മെന്റ് തരുന്നത്. അങ്ങനെയാണ് അതിന്റെ ഒരു ഫീലിങ്സ്. ആഘോഷങ്ങൾക്കും ആരവങ്ങൾക്കും ഇടയിൽ തങ്ങളുടെ പ്രിയപ്പെട്ട അഭിനേതാക്കളുടെ അല്ലെങ്കിൽ സംവിധായകരുടെ സിനിമ ഫസ്റ്റ് ഡേ റിലീസിന് തന്നെ പോയി കണ്ടിരുന്ന ഒരു ജനതയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ OTT പ്ലാറ്റ്ഫോം എന്നത് അവരെ സംബന്ധിച്ച് ഒരു വിചിത്രമായ അനുഭവം തന്നെയാണ്. മൾട്ടിപ്ലെക്സ് ഉൾപ്പെടെ കേരളത്തിൽ 650-ൽ പരം തിയേറ്ററുകളാണ് ഉള്ളത്. സിനിമയില്ലാത്ത, ആളും ആരവവുമില്ലാത്ത 134 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഈ ഘട്ടത്തിൽ താര ആരാധകർക്കും ചിലത് പറയാനുണ്ട്. ഫാൻ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ആ OTT പ്ലാറ്റ്ഫോമിനോട് യോജിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒരു ആസ്വാദകൻ എന്നുള്ളൊരു നിലയിൽ ഫിലിം നമ്മൾ കാണുകയാണെങ്കിൽ ഒരിക്കലും നമ്മളൊരു OTT പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യത്തില്ല. കാരണം അത് ഫിലിമിന് പോയി എക്സ്പീരിയൻസ് ഉള്ളവർക്കേ അതിനെക്കുറിച്ച് എന്തെന്ന് പറയാം ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അല്ലാണ്ട് നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല എന്താണ് OTT പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഫിലിം എന്നുള്ളൊരു രീതി. തിയേറ്റർ എക്സ്പീരിയൻസിൽ നിന്ന് ഒരു സിംഗിൾ റൂഫ് എക്സ്പീരിയൻസിലേക്ക് സിനിമ മാറുമ്പോൾ അത് ബാധിക്കുന്നത് ഒരു വലിയ വിഭാഗം കലാകാരന്മാരെ കൂടിയാണ്. തിയേറ്ററിൽ നിന്ന് OTT പ്ലാറ്റ്ഫോമിലേക്ക് സിനിമകൾ മാറുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ആസ്വാദന നിലവാരം നമ്മളായിട്ട് കുറയ്ക്കേണ്ടി വരും. കാരണം തിയേറ്ററിലെ എഫക്റ്റ് ഒരിക്കലും ഒരു വീട്ടിലെ TV-യിൽ നിന്ന് കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം സീരിയലുകൾ പോലെ അല്ല ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അതൊരു വലിയൊരു ക്യാൻവാസിൽ വളരെ റിച്ചായിട്ട് ഒരുപാട് കാഴ്ചകളും അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ എഫക്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടും പോലെ ഒരിക്കലും വീട്ടിലെ TV-യിൽ നിന്ന് കിട്ടില്ല. ഒരുപാട് മാറ്റം ഉണ്ടാകും. ആസ്വാദന നിലവാരവും ഒരുപാട് കുറയാൻ ഉള്ള സാധ്യത കൂടുതലാണ്. അടുത്തിടെ ഞാൻ കണ്ട സുജാതയും, അതായത് സൂഫിയും സുജാതയും എന്ന സിനിമയും ഒരുപാട് കളർഫുള്ളായിട്ട് ചിത്രീകരിച്ചതാണ്. പക്ഷേ അത് ഒരു തിയേറ്ററിലായിരുന്നു ഞാൻ കണ്ടിരുന്നുവെങ്കിൽ ഒരുപാട് കൂടുതൽ അത് എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു.
പക്ഷേ പരിമിതമായ സാഹചര്യത്തിൽ ടി വിയിൽ മാത്രം ഇരുന്ന് കാണുമ്പോൾ അതിൻ്റേതായ ഡ്രോബാക്സ് എപ്പോഴും ഉണ്ടാകും. തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും നമുക്ക് ഈ OTT ന്ന് കിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ വലിയ ആർട്ടിസ്റ്റുകളും വലിയ അത്യാവശ്യം വലിയ വീട്ടുകളിലും OTT പ്ലാറ്റ്ഫോംസ് അവര് ഫുൾ HD 4K 5.1 ഇപ്പോൾ കണ്ടന്റ് പോകുന്നെങ്കിലും നമ്മളിവിടെ മാസ്റ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കണ്ടന്റും 5.1 ഡോൾബി 5.1 കണ്ടന്റ് പോകുന്നത്. വെച്ചാൽ എല്ലാ വീട്ടിലും 5.1 ഇതൊന്നും ഉണ്ടാവില്ല, മിക്കവരും ഫോണിലൂടെയൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലും തിയേറ്റർ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് തിയേറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ക്വാളിറ്റിയിലാണ് നമ്മൾ കണ്ടന്റ് ചെയ്യുന്നുണ്ടെങ്കിലും സാധാരണക്കാരനത് ഒരിക്കലും കാണാനായിട്ട് പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 to 8 lakhs വേണം തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണം. പിന്നെ അതിനനുസരിച്ചുള്ള ഡാറ്റ സ്പീഡുള്ള നെറ്റും വേണം. എന്നാലാണ് പിന്നെ പ്രൊജക്ടറൊക്കെ വെച്ചാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് സാധാരണക്കാരൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോയി കണ്ടേ പറ്റൂ. പ്രതിസന്ധികൾക്കിടയിലും പ്രതിരോധം തീർത്തുകൊണ്ട് ചില സിനിമകൾ ചിത്രീകരണം പുനരാരംഭിക്കുമ്പോൾ പ്രതീക്ഷയുടെ പുൽനാമ്പുകൾ തളിരിടുകയാണ്. മാത്രമല്ല, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സിനിമയ്ക്ക് മുന്നിൽ ഒട്ടേറെ സാധ്യതകൾ തുറന്നിട്ടിട്ടുമുണ്ട്. എന്റർടൈൻമെന്റ് ഫീൽഡ് തന്നെ ടോട്ടലി ഡൗൺ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആകെ ഒരു എന്റർടൈൻമെന്റ് ഉള്ളത് ഡിജിറ്റൽ സർവീസുകളാണ്. അപ്പോൾ ഡിജിറ്റൽ സർവീസിൽ നമ്മൾ ഒഫീഷ്യലായിട്ട് സിനിമേനെ പറയുമ്പോൾ OTT പ്ലാറ്റ്ഫോംസ് വഴിയാണ് നമ്മൾ കൂടുതൽ സിനിമകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് തന്നെ OTT പക്ക നല്ല പ്ലാറ്റ്ഫോംസ് അല്ലാതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ആർക്കും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസും ഉണ്ട്. അപ്പോൾ അല്ലാതെ നമ്മളിപ്പോൾ ഭീകരന്മാരെ OTT പ്ലാറ്റ്ഫോംസ് ആണ് ഇപ്പോൾ നമുക്ക് നല്ലൊരു റവന്യൂ അവർ പർച്ചേസ് ഒക്കെ ചെയ്തെടുക്കുന്നത്. OTT ഇറങ്ങിയതുകൊണ്ടാണ് നമുക്ക് നല്ല ക്വാളിറ്റി കണ്ടന്റ് കിട്ടുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ DVD ആയിരുന്നു. DVD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SD ഉള്ളൂ ക്വാളിറ്റി. ഇപ്പൊ വെച്ചാൽ OTT അപ് ടു 4K പലരും വീട്ടിലും 4K TV ഒക്കെ ഉണ്ടെങ്കിലും DVD ഇട്ടാണ് പലരും സിനിമ കാണുന്നത്. ഇപ്പോൾ OTT വന്നതിലൂടെയാണ് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ്സ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ കളറിസ്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ നല്ല രീതിയിൽ ഗ്രേഡും ഒക്കെ പിടിച്ച് വരുമ്പോൾ തിയേറ്ററിൽ പണ്ടേ പ്രശ്നങ്ങളുണ്ട്, പല കളറുകളും വരുന്നില്ല, ലാമ്പ് മാറ്റാത്ത ഇഷ്യൂസ് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ പണ്ടത്തെക്കാളും നന്നായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അതേ ക്വാളിറ്റി 4K അല്ലെങ്കിൽ ഫുൾ HD അല്ലെങ്കിൽ 2K അല്ലെങ്കിൽ കണ്ടാലാണ് നിങ്ങളിപ്പോൾ കളറിസ്റ്റും ക്യാമറമാനും DOP അതുപോലെ തന്നെ അതിന്റെ പിന്നാലെ പ്രവർത്തിച്ചവർക്കൊക്കെ അതിന്റെ ഒരു ഇത് കിട്ടുള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞതിനനുസരിച്ച് തന്നെ അത് റീഷൂട്ട്, അതായത് ഷൂട്ടിങ് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർ ഇപ്പോൾ ചെയ്യുന്നത് എനിക്കറിയാൻ കഴിഞ്ഞത് അവർ കോവിഡ് ടെസ്റ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളും കാര്യങ്ങളും നെഗറ്റീവായ ആൾക്കാർക്ക്, അതായത് കോവിഡ് പരിപൂർണമായും ഇല്ല എന്നുള്ളൊരവസ്ഥ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. താരങ്ങളായാലും ടെക്നീഷ്യൻസ് അവർക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ താരങ്ങൾക്ക് മാസ്ക് ഉപയോഗിച്ച് കൊണ്ട് എന്തായാലും അഭിനയിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് ഓരോ താരങ്ങൾക്കും അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആൾക്കാർക്കും ഈ പറഞ്ഞ കോവിഡ് ടെസ്റ്റൊക്കെ നടത്തിയിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഷൂട്ടിംഗ് മുന്നോട്ട് പോകുന്നത്. മൂലധന പരിമിതികളെ മറികടക്കാനും നൂതന പരീക്ഷണങ്ങൾ തയ്യാറാക്കാനും അതോടൊപ്പം ആഗോളകരമായിട്ടുള്ള സമകാലിക ആവിഷ്കാരങ്ങൾ ഒരുക്കാനും നവ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. അതിനുള്ള വാതിലുകൾ നമ്മൾ തുറന്നു നൽകിയിരിക്കുകയാണ് യുവതലമുറയ്ക്ക്. OTT പ്ലാറ്റ്ഫോംസ് ഇന്ന് നമുക്ക് എങ്ങനെയാണ് ബെനിഫിഷ്യൽ ആവുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് എന്താ പറയുക, ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ഇവല്യൂഷൻ പോലെ തന്നെ ഫിലിമിൽ നിന്ന് നമ്മൾ ഡിജിറ്റലിലോട്ടുള്ളൊരു ചേഞ്ച് പോലെ തന്നെ നമ്മളൊരു വ്യൂവിങ് എക്സ്പീരിയൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നമ്മൾ നേരത്തെ TV-യിലും തിയേറ്ററിലും മാത്രം കണ്ട് ശീലിച്ച നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടെ ഓൺ ഡിമാൻഡായിട്ട് കണ്ടന്റ് നമുക്ക് OTT-യിൽ ഇന്ന് അവൈലബിൾ ആവുന്നുണ്ട്. ഒരു പ്രേക്ഷകൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മളുടെ സമയത്തിനനുസരിച്ച് നമുക്ക് കണ്ടന്റ് വ്യൂ ചെയ്യാനുള്ളൊരു വലിയൊരു ഓപ്ഷനാണ് OTT തുറന്നു തന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് ആസ് എ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂവി മേക്കേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടന്റ് അതേ ക്വാളിറ്റിയോട് കൂടി നമുക്ക് വേൾഡിൽ ഇതുപോലെ OTT പ്ലാറ്റ്ഫോം വഴി റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് അവർക്ക് കൊടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, അത് പ്രേക്ഷകരിലോട്ട് റീച്ച് ചെയ്യാൻ അത് നമ്മളെ കുറെ കൂടുതൽ ഇനേബിൾ ആകും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് തിരിച്ച് അതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് ഈ OTT ഡിസ്ട്രിബ്യൂഷൻ വഴി സാധിക്കും. ഇതൊക്കെയാണ് ഇതിന് മേജർ ബെനിഫിറ്റ്സ്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇനി ഒരു ഫ്യൂച്ചർ സിനിമ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ മുന്നോട്ട് പോകുന്ന സമയത്ത്
നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറി വരും. അതായത് നമുക്ക് തിയേറ്ററിൽ മാത്രമല്ല വ്യൂ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ വീട്ടിലുള്ള ടി വി തന്നെ ഒരു 14 ഇഞ്ചിൽ നിന്ന് 50 അതിന് മുകളിലോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളുടെ വീട്ടിലൊരു ഹോം തിയേറ്ററിക്കൽ ഒരു ഓപ്ഷൻ കൂടുതലായിട്ടത് വരും. അപ്പം നമ്മൾ ചെയ്യുന്ന സിനിമ, നമ്മൾ ചെയ്യുന്ന കോണ്ടൻസ് അത് നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്ന സമയത്ത് അതേ ക്വാളിറ്റിയോട് കൂടി തന്നെ അവർക്ക് വീട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമുക്കിത് ഒരു വൺ ഓഫ് ദി പ്ലാറ്റ്ഫോം കൂടുക, അതായത് നമുക്കൊരു തിയേറ്റർ ചാനൽ അതിനപ്പുറമായിട്ടൊരു ഡിജിറ്റൽ പോസിബിലിറ്റിയും കൂടെ നമുക്ക് ഇതിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് കുറച്ചൊരു ഓപ്പൺ ആവുകയാണ്. ഇനി അങ്ങോട്ട് OTT പ്ലാറ്റ്ഫോംസിന് കുറേ കൂടെ റിലവൻസ് തീർച്ചയായും കൂടും. അവർ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ ലീഡ് ചെയ്ത് വരുന്നത്. അപ്പം പിന്നെ ഇങ്ങനത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും നമ്മൾ OTT പ്ലാറ്റ്ഫോംസിനെയാണ്. അപ്പം തീർച്ചയായും OTTയുടെ ബെനിഫിറ്റ്സ് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഒരു അഡ്വൈസ് ഫിലിം മേക്കേഴ്സിനോട്, നമ്മൾ തീർച്ചയായും നമ്മൾ തിയേറ്റർ വ്യൂവിംഗ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി കണ്ടന്റ്സ് ഉണ്ടാക്കണം. അങ്ങനെയുള്ള കണ്ടന്റ്സ് മാത്രമേ ഈവൻ നമ്മൾ OTT പ്ലാറ്റ്ഫോംസും എടുക്കുന്നുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവർ റിവ്യൂവിൽ തന്നെ അത് റിജക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്ന സാധനത്തിന് തിയേറ്ററൊക്കെ ഓപ്പൺ ആകുന്ന സമയത്ത് തീർച്ചയായും നമുക്ക് തിയേറ്റർ റിലീസിൽ നിന്നുള്ള രീതിയിൽ പോവാം. അതുവരെ നമുക്ക് ഒരു സ്മോൾ സ്കെയിലിലോട്ട്, സ്കെയിൽ ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ നല്ല ക്വാളിറ്റി കണ്ടന്റ്സ് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കത് ഡിസ്ട്രിബ്യൂഷൻ ലെവലിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. നല്ല ക്വാളിറ്റി കണ്ടന്റ്, ഇപ്പോൾ സിനിമ ആയിക്കോട്ടെ, ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, വെബ് സീരീസ് ആയിക്കോട്ടെ, നമുക്ക് വരുന്ന ക്വാളിറ്റി കണ്ടന്റ് നമ്മൾ അക്രോസ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ ആമസോണോ, നെറ്റ്ഫ്ലിക്സോ, ജിയോ അങ്ങനെ തുടങ്ങി വേൾഡിൽ തന്നെ ഒരുപാട് നല്ല പ്ലാറ്റ്ഫോംസിലോട്ട്, ഇവൻ ഏഷ്യനെറ്റ്, മൊബൈൽ TV അങ്ങനെ തുടങ്ങി ഒരുപാട് പ്ലാറ്റ്ഫോംസിലോട്ട് നമുക്ക് കോണ്ടന്റ് ആവശ്യമുണ്ട്. നല്ല ക്വാളിറ്റി കോണ്ടന്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് മൂവി മേക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരുടെ കോണ്ടന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ആ രീതിക്ക് OTT പ്ലാറ്റ്ഫോംസ് ഭയങ്കര ബെനിഫിഷ്യലാണ്. സിനിമ മാത്രമല്ല, മറിച്ച് ഗാനങ്ങൾ, സീരിയലുകൾ, സീരീസുകൾ, അങ്ങനെ പ്രേക്ഷകരുടെ അഭിരുചിക്ക് അനുസരിച്ച് എല്ലാവിധ കണ്ടന്റുകളും ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ യുവതലമുറക്കാരാണ് ഇതിൻ്റെ ഉപഭോക്താക്കളിൽ 80%. ഇപ്പോൾ വെബ് സീരീസിൻ്റെയൊക്കെ കാലമാണ്. ഞാൻ ഒരുപാട് വെബ് സീരീസുകൾ കാണാറുണ്ട്. ഹിന്ദിയിലെ സ്പെഷ്യൽ ഓപ്സ്, പ്രിസൺ ബ്രേക്ക്, ബ്രേക്കിംഗ് ബാഡ്, അല്ലെങ്കിൽ മണി ഹേസ്റ്റ്, ഇതുപോലുള്ള ഒരുപാട് വെബ് സീരീസുകൾ കണ്ടു തീർത്തു ഇതിനിടയിൽ. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ കാണാതെ മിസ് ചെയ്ത ഒരുപാട് തമിഴ് പടങ്ങളായാലും ഹിന്ദി ഫിലിംസ് ആയാലും ഇംഗ്ലീഷ് ആയാലും എല്ലാ പടങ്ങളും, ഇപ്പം ആമസോൺ പ്രൈമിലായാലും ഹോട്ട്സ്റ്റാറിലായാലും നെറ്റ്ഫ്ലിക്സിലായാലും ഇതുപോലത്തെ എല്ലാ നമ്മൾക്ക് കണ്ടിട്ടില്ലാത്ത എന്നാൽ കാണാൻ ആഗ്രഹമുണ്ടായത് മിസ് ചെയ്ത് പോയ ഒരുപാട് സിനിമകൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഈ പറഞ്ഞ 3 പ്ലാറ്റ്ഫോമുകളും ഞാൻ സ്ഥിരമായിട്ട് കാണുന്നത്. ആമസോൺ പ്രൈം ആയാലും ഹോട്ട്സ്റ്റാർ ആയാലും നെറ്റ്ഫ്ലിക്സ് ആയാലും. സിനിമയുടെ നൂതന ആശയങ്ങളും പ്രതിസന്ധികളും ഒപ്പം പ്രേക്ഷക പ്രതികരണങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ സിൽവർ സ്ക്രീനിലൂടെ.